അലേമൺ പഞ്ചായത്തിലെ ചണ്ണപ്പെട്ട മൂങ്ങോട് സ്വദേശിയായ കലേന്ദ്രനെ കാണാതായിട്ട് 3 മാസങ്ങൾ പിന്നിടുമ്പോഴും എങ്ങും എത്താതെ പോലീസ് അന്വേഷണം. 2023 ഡിസംബർ 16-ാം തീയതിയാണ് കലേന്ദ്രനെ കാണാതാകുന്നത്. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. എന്നാൽ കലേന്ദ്രനെ കാണാതായി 100 ദിവസത്തോടടുക്കുമ്പോഴും എവിടെയെന്നോ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചോ എന്നതിനുൾപ്പെടെ യാതൊരുവിധ തെളിവും കണ്ടെത്താൻ അഞ്ചൽ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് നായയെ ഉൾപ്പെടെ എത്തിച്ച് വനത്തിൽ തെരച്ചിൽ നടത്തി. ഡ്രോൺ നിരീക്ഷണവും നടത്തി. വനത്തിനുള്ളിൽ നിന്നും കലേന്ദ്രന്റേതെന്ന് സംശയിക്കുന്ന കൈലി, തോർത്ത്, ഷർട്ട് അടക്കമുള്ളവ കണ്ടെത്തി. എന്നാൽ ഇത് കലേന്ദ്രന്റേത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കാണാതാവുന്ന ദിവസം പകൽ സുഹൃത്തിന്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുകയും പിന്നീട് അടിപിടി ഉണ്ടായതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കലേന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന നിരവധി പേരെ ചോദ്യം ചെയ്തു. എന്നാൽ കാര്യമായ ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. ഒടുവിൽ ഏരൂർ പഞ്ചായത്തിലെ നീരാറ്റുതടത്തുള്ള പന്നിഫാമിലും പരിസരങ്ങളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിലേക്കുള്ള തുടരന്വേഷണം വൈകുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കൾ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. 3 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്താതായതോടെ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ബന്ധുക്കൾ. അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ബന്ധുക്കളുടെ പ്രതിഷേധവും ദളിത് സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നും അഞ്ചൽ തെന്മല സർക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കലേന്ദ്രന്റെ തിരോധാനം അന്വേഷിച്ചു വരുന്നതെന്നും പോലീസ് അറിയിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.